Hello everyone, how are you all? I think all are fine. In today's class, we are going to discuss about our second unit, Health and Hygiene, Part 2. Okay, in our last class, we already discussed about hygiene, health education, scopes of health education. In today's class, we are going to discuss about importance of health education, ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യങ്ങൾ. Habits and behavior adopted in childhood remains unchanged even in adulthood. It is a health education that helps the child to attain healthy habits. അതായത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ശീലിച്ചിട്ടുള്ള ആ ഒരു പെരുമാറ്റങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മൾ മുതിർന്നാലും ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളും പെരുമാറ്റവും മനോഭാവമൊക്കെ കൈവരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും. നോ ഹെൽത്ത് പ്രോഗ്രാം ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ സ്കൂൾ. അതായത് ഒരു സ്കൂളിൻ്റെ സഹായമില്ലാതെ ഒരു ഹെൽപ്പ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു ആരോഗ്യ പരിപാടിയും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല. ഹെൻസ് വാട്ട് എവർ സ്റ്റെപ്സ് ആർ ടേക്കൺ ഇൻ സ്കൂൾ റിഗാർഡിംഗ് ഹെൽത്ത് ഹാവ് ഡയറക്റ്റ് ബിയറിംഗ് ഓൺ ദ കമ്മ്യൂണിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന നടപടികൾ അതൊക്കെ എന്താണ്, സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. വാട്ട് എവർ ഹാപ്പൻസ് ഇൻ എ കമ്മ്യൂണിറ്റി has its effects on the school. It is expected that the school students, അതായത് ഒരു സമൂഹത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എവിടെ ഉണ്ടാവും? സ്കൂളിലുണ്ടാവും. സമൂഹത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പ്രത്യാഘാതങ്ങളെല്ലാം സ്കൂളുകളിലും ഉണ്ടാകും. അത് സ്കൂളിൽ മാത്രമല്ല, സ്കൂളുകളിലെ വിദ്യാർത്ഥികളിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വാട്ട് എവർ ദേ ലേൺ അബൌട്ട് ഹെൽത്ത് ഇൻ ദ സ്കൂൾ ഡു ഇൻഫോം ഓർ ഡിസ്കസ് വിത്ത് ദെയർ പാരൻസ് ഓഫ് അതർ ഫാമിലി മെമ്പേഴ്സ്. ഹെൻസ് ഹെൽത്ത് നോളജ് മൾട്ടിപ്ലൈസ് ത്രൂ സ്കൂൾ ആൻഡ് പാരൻസ് ഓൾസോ ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. അതായത് നമ്മൾ പറഞ്ഞു, സൊസൈറ്റിയിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ എവിടെ ഉണ്ടാവും? സ്കൂളുകളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്കൂളുകളിൽ സ്റ്റുഡൻസ് ആരോഗ്യത്തെക്കുറിച്ച് അവർ എന്ത് പഠിക്കുന്നുവോ അത് അവരുടെ ഫാമിലിയിലും മറ്റ് മെമ്പേഴ്സും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? അവർ ഷെയർ ചെയ്യും. അപ്പോൾ ആ ഒരു ഷെയർ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നതിലൂടെയൊക്കെ എന്തായിരിക്കും, അവരുടെ പാരൻസിനും അവർക്കൊക്കെ എന്താണ്, ഹെൽത്തിനെ കുറിച്ചിട്ടൊരു വിദ്യാഭ്യാസം ലഭിക്കുമെന്നാണ് പറയുന്നത്. Health cannot be achieved merely by taking 1 or 2 pills every day, not by observing and then applying this knowledge in everyday life. The care of the body regarding food, cleanliness, exercise are essential for the preservation of sound health. ദിവസവും 1-2 ടാബ്ലറ്റ്സുകൾ കഴിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ആരോഗ്യം കൈവരിക്കാനാവില്ല. അതുപോലെ തന്നെ ആ ഒരു അറിവ് നിരീക്ഷിച്ചിട്ട് എന്താണ്, ദൈനംദിന ലൈഫിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പ്രയോഗിക്കുന്നതിലൂടെയല്ല, ഭക്ഷണം, ശുചിത്വം, വ്യായാമം എന്നീ കാര്യങ്ങളിൽ നമ്മുടെ ആ ബോഡിയെ പരിപാലിക്കേണ്ടത് നമ്മളുടെ ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ശരീരത്തിന് എന്ത് വേണം? വളരെ ശ്രദ്ധ അത്യാവശ്യമാണ്. നല്ല ആരോഗ്യം കൈവരിക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. നമുക്ക് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ, ടീച്ചിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഇൻ ഇമ്പോർട്ടൻറ്റ് ആസ് സ്കൂൾ ഡേയ്സ് മേക്ക് ദ ഫൗണ്ടേഷൻ ഓഫ് മെനി ഹാബിറ്റ്സ്. അതായത് സ്കൂൾ ദിനങ്ങളിൽ എന്താണ്, അവിടെയാണ് നമ്മൾ സ്കൂളുകളിലാണ് പല ഹാബിറ്റുകൾ, പല ശീലങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് അടിത്തറ പാകുന്നത് എവിടെയാണ്? സ്കൂൾ ദിനങ്ങളിലാണ്. അപ്പോൾ ആരോഗ്യത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും ഒക്കെ തത്വങ്ങൾ ആ സ്കൂളുകളിലൂടെ പഠിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. Next one, the school authorities should be ensure that the school building gets fresh air, sunlight and the proper water supply should also be available for drinking as well as cleaning purposes. അതായത് സ്കൂൾ കെട്ടിടത്തിൽ ആ സ്കൂളിൻ്റെ അതോറിറ്റീസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സ്കൂൾ കെട്ടിടത്തിൽ ശുദ്ധവായു, സൂര്യപ്രകാശം, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ജലവിതരണം അതൊക്കെ ലഭ്യമാണെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തണം. കൂടാതെ കുടിക്കാനും അതുപോലെ തന്നെ ക്ലീനിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു വെള്ളവും അവിടെ എന്തായിരിക്കണം? അവൈലബിൾ ആയിരിക്കണം. Next one, appropriate exercise should be included in the school curriculum in between study hours, which will be helpful to make the students more energetic. അതായത് വിദ്യാർത്ഥികളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പഠന സമയങ്ങൾക്കിടയിൽ സ്കൂൾ പാഠ്യപദ്ധതിയിൽ അതിനനുയോജ്യമായിട്ടുള്ള വ്യായാമങ്ങൾ ഉൾപ്പെടുത്തണം. അതായത് വിദ്യാർത്ഥികളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടിയിട്ട് സഹായകമാകുന്ന പഠന സമയങ്ങൾക്കിടയിൽ സ്കൂൾ പാഠ്യപദ്ധതിയിൽ അനുയോജ്യമായിട്ടുള്ള വ്യായാമങ്ങൾ ഉൾപ്പെടുത്തണം. And last one,
the school should be able to provide the children with a congenial atmosphere for their growth and development. അതായത് കുട്ടികൾക്ക് അവരുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം എവിടെ പ്രൊവൈഡ് ചെയ്യണം? സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് സാധിക്കണം. ഓക്കെ, അതായത് കുട്ടികൾക്ക് അവരുടെ വളർച്ചയ്ക്കും വികസനത്തിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ സ്കൂളുകൾക്ക് സാധിക്കണം. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നല്ല ആരോഗ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.